മൂന്നാർ യാത്രകളിൽ ഉൾപ്പെടുത്താവുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാങ്കുളം. പുഴയിലെ കുളിയും വെള്ളച്ചാട്ടങ്ങളും ആനക്കുളത്തെ കാട്ടാനകളുടെ കുളിയും ഒക്കെ ഇവിടെ കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. മാങ്കുളത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ട്രക്കിങ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് ജീപ്പ് സഫാരിയിൽ ഉള്ളത്. സോ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ നിങ്ങൾ മൂന്നാറിൽ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാങ്കുളം ആ ഒരു പ്ലേസ് നിങ്ങൾ അതിൽ ഒന്ന് ആഡ് ചെയ്യുക. സോ ഇവിടെ വന്ന് എനിക്ക് നഷ്ടമില്ല, ഒരു വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരിക്കും. മുന്തിരി വണ്ടി അവിടെ സെന്റർ കൊണ്ട് ചവിട്ടാം. മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊക്കെ പുഴയിൽ കുറവാട്ടോ. അപ്പോൾ വെള്ളമെല്ലാം കുറച്ചുകൂടി ടൈം ഒരു മഴക്കാലത്ത് ഒക്കെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നല്ല ക്ലൈമറ്റും നല്ല കോടൊക്കെ മൂടി അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ മാങ്കുളം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വന്നത് വെള്ളമൊക്കെ കുറവാണ്, എന്നാലും കുറച്ച് തീരെ ഇല്ല എന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്. സോ മഴക്കാലത്ത് വരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലമാണ് കേട്ടോ. ഇപ്പോൾ പുതുക്കി പണിഞ്ഞ് ഇതിന് നേരെ സൈഡിൽ തന്നെ പുതിയ പാലവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, 10 രൂപയാണ് ചാർജ്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ എത്രത്തോളം വെള്ളച്ചാട്ടം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാലും അറിയാം. നല്ല വെള്ളമുള്ള ടൈമിലൊക്കെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല സെറ്റാണ്. അപ്പോൾ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് വാട്ടർഫോളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയും. പിന്നെ വാട്ടർഫോള് മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ്. അപ്പോൾ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു മഴയുള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് വരാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടി ഈ മാങ്കുളത്തെ അതിമനോഹരമായിരിക്കുന്ന ഒരു നല്ല ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. കാരണം നല്ല കോടൊക്കെ മൂടി നല്ല വാട്ടർഫോളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ മാങ്കുളത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴും അവിടെ ആ സ്ഥലത്തെക്കുറിച്ച് ഒരു പ്രത്യേക നോട്ടീസ് ബോർഡ് തന്നെ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കണം. ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നമുക്ക് മുൻ പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് അപകടങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ ഓൾറെഡി പഴയൊരു പാലം ഉണ്ടായിരുന്നു. ആ ഒരു പാലം കഴിഞ്ഞ പ്രളയകാലത്ത് പൊളിഞ്ഞു പോയപ്പോൾ ഒരു പുതിയ പാലം ഉണ്ടാക്കിയതാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. കാണുമ്പോൾ നല്ല ഉറപ്പുള്ള പാലമാണെങ്കിലും ഒരേ ടൈമിൽ നമുക്ക് 5 പേർക്ക് കയറാനുള്ള പെർമിഷൻ മാത്രമേ അവിടെയുള്ളൂ. വെള്ളത്തിന് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കൂളുണ്ട്. പിന്നെ പൊതുവെ വെള്ളം കുറവാണ് മഴക്കാലം അല്ലാത്തത് കൊണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും പുഴയിലേക്ക് ഓവർ ഇറങ്ങാതിരിക്കുക. പെട്ടെന്ന് വെള്ളം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫോളാണ് 33 വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഈ ഒരു വാട്ടർഫോൾ.
ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ദേവികുളം ബ്ലോക്കിലാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 123 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പഞ്ചായത്തിൻ്റെ അതിരുകൾ വടക്ക് ഭാഗത്ത് മൂന്നാർ പഞ്ചായത്തും തെക്ക് ഭാഗത്ത് അടിമാലി പഞ്ചായത്തും കിഴക്ക് ഭാഗത്ത് മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തുകളും പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടമ്പുഴ അടിമാലി പഞ്ചായത്തുകളുമാണ്. ഈ ഒരു പ്ലേസാണ് ആനക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരുപാട് ആനകൾ കൂട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ വന്ന ഈ ഒരു ടൈമിൽ ഇവിടെ ആനകൾ വന്നിട്ടില്ലായിരുന്നു. ഏകദേശം ഞങ്ങളൊരു 6:30 മണി വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സോ ആനകളൊന്നും കണ്ടില്ല. ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മാങ്കുളത്തേക്ക് പോകുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.